അതെ, അതുതന്നെയാ എന്റെ ഭയവും. അവൻ ഇമ്മാനുവേലേത്തന്റെ പുനർജന്മമാണെങ്കിൽ അവനെ അന്വേഷിച്ച് എസ്തർ വരും. എസ്തർ ആരാണെന്നോ എന്താണെന്നോ ഒന്നും നമുക്കറിയില്ല. ദാവിയിൽ എവിടെയോ ഇമ്മാനുവലുണ്ട്. നിന്റെ പപ്പയുടെ ബുക്കിലുള്ളതുപോലെ എല്ലാവരോടും സംസാരിക്കുന്ന, എന്നാൽ ആരെയും വേദനിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്ത മിതഭാഷിയായ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാ ദാവീദും. ആ ദാവീദിന് സേറയോടുള്ള അടുപ്പം അതെങ്ങനെയാണെന്നറിയില്ല. അഥവാ അതൊരു പ്രണയമാണെങ്കിൽ ഒന്നെങ്കിൽ സേറ എസ്തർ ആകണം, അല്ലെങ്കിൽ എസ്തർ വരുമ്പോൾ സേറ ഒഴിഞ്ഞു നിൽക്കണം. അതിന് ദാവിക്കും സേറയ്ക്കും അങ്ങനെ വല്ലതും ഉണ്ടെങ്കിലല്ലേ നഥാൻ? കാതറിൻ പറഞ്ഞു. ഉണ്ടെങ്കിലുള്ള പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. നഥാൻ, ഇമ്മാനുവേൽ ഏതനും എസ്തേറും ജനിച്ചത് ഈ ജന്മം ഒരുമിച്ച് ജീവിക്കാനാണ്. അപ്പോ ദാവീദ് എന്തായാലും എസ്തേറിനെ തന്നെ തിരഞ്ഞെടുക്കൂ, അല്ലാതെ വേറെ ആരെയും അവൻ സ്നേഹിക്കില്ല. അതെനിക്ക് ഉറപ്പാണ്. ദാവിക്ക് 25 വയസ്സായി. 26 വയസ്സിന് ശേഷം അവൻ തന്നെ കണ്ടെത്തിക്കോളും ആരാണ് അവന്റെ പാർട്ട്ണറെന്ന്. അതുവരെ ഇതിനെക്കുറിച്ച് പേടിക്കണ്ട, പോരെ? നമ്മളായിട്ടൊന്നും പറയുകയും വേണ്ട. സാത്താന്റെ സന്തതികളെയെല്ലാം നമ്മൾ അവസാനിപ്പിച്ചില്ലേ? ഇനി നമ്മുടെ മോനെ പിന്തുടർന്നു വരുമെന്നാലോചിച്ച് അതിനും ടെൻഷനാകണ്ട. നീയുള്ളപ്പോൾ എനിക്ക് ടെൻഷനൊന്നുമില്ല. നഥാൻ ചിരിച്ചു. ഇവാ! എലീന മകളുടെ അടുത്തേക്ക് ചെന്നു. എന്താ മമ്മ? ഇവ, മമ്മ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കും മമ്മ. എന്റെ ചോദ്യത്തിന് നീ സത്യം മാത്രമേ ഉത്തരമായി തരാൻ പാടുള്ളൂ. എന്താ മമ്മ? നിനക്ക് ദാവീദിനെ ഇഷ്ടമാണോ? മമ്മ? റിബേക്ക ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. പറയുമോളെ, നിനക്ക് ദാവീദിനോട് പ്രണയമാണോ? മമ്മയ്ക്ക് അങ്ങനെ തോന്നി. ഇന്ന് നിന്നെ അവൻ കെട്ടിപ്പിടിക്കുന്നത് മമ്മ കണ്ടു. അങ്ങനെയൊന്നുമില്ല മമ്മ. ദാവി എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനല്ലേ മമ്മ. അവൻ ഇന്ന് എന്നോട് ദേഷ്യപ്പെട്ടപ്പോൾ ഞാൻ കരഞ്ഞു. അതിനവൻ എന്നെ ആശ്വസിപ്പിച്ചതാ. മമ്മയ്ക്ക് വേണ്ടത് നിനക്കവനോട് പ്രണയമുണ്ടോ എന്നതിന് ഉത്തരമാണിവ. അങ്ങനെയൊന്നുമില്ല. എങ്കി വാ. എലീന അവളുടെ കൈ പിടിച്ച് ഹാളിലേക്ക് കൊണ്ടുപോയി ആൽവിന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്നു. നിന്റെ പപ്പയെ തൊട്ട് സത്യം ചെയ്യുക, നിനക്ക് അങ്ങനെയൊന്നും ദാവീദിനോടില്ലെന്ന്. മമ്മ? അവൾ നിസ്സഹായതയോടെ വിളിച്ചു. പറയുക. എനിക്കിഷ്ടാ ദാവിയെ. ഓർമ്മ വെച്ചപ്പോ മുതൽ എനിക്ക് ദാവിയെ ഇഷ്ടമാ മമ്മ. മമ്മയ്ക്കറിയില്ലേ, ചെറുപ്പം മുതൽ ആരോടും സംസാരിക്കാത്തതുകൊണ്ട് എന്നോടും ഒരു കുട്ടികളും സംസാരിക്കില്ലായിരുന്നു. ഒറ്റയ്ക്കിരുന്നിരുന്ന എന്നെ എല്ലാ ഇടവും കൊണ്ടുപോയിരുന്ന, എല്ലാം കാണിച്ചു തന്നിരുന്ന, എപ്പോഴും മിണ്ടുന്ന ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ദാവീദ്. സ്കൂൾ മുതൽ ഇങ്ങോട്ട് ഞാൻ കണ്ട കാഴ്ചകളെല്ലാം അവന്റെ കൈപിടിച്ചായിരുന്നു. ഞാൻ കണ്ട ലോകം അവനെ ചുറ്റിപ്പറ്റിയായിരുന്നു മമ്മ. അവനപ്പുറം മറ്റൊരു ലോകം എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. ഇവാ? അറിയാം മമ്മ, എന്റെ പപ്പയെ ഇല്ലാതാക്കിയ ആളുടെ മകനാണ് ദാവീദെന്ന്. പക്ഷേ അതിൽ അവന്റെ തെറ്റില്ലല്ലോ മമ്മ. എന്നോട് നോ എന്ന് പറയരുത്. എനിക്ക് ദാവീദിനപ്പുറം ഒരു ലോകമില്ല മമ്മ. മാത്രമല്ല, അവൻ അവന്റെ മമ്മയ്ക്ക് ജീവനാണ്. ദാവിയെ നേടിക്കൊണ്ട് തന്നെ ഞാൻ അവന്റെ മമ്മയോട് പ്രതികാരം ചെയ്യും മമ്മ. റിബേക്കയുടെ കണ്ണിൽ പ്രതികാരത്തിന്റെ തീയാളുന്നത് എലീന കണ്ടു. മമ്മ എന്നോട് വേണ്ടെന്ന് പറയരുത്. ഇന്നേ വരെ മമ്മയോട് ഞാൻ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ആദ്യമായും അവസാനമായും ഞാൻ ഒന്നേ ആവശ്യപ്പെടുന്നുള്ളൂ. അത് ദാവീദിനെയാണ്. മമ്മ എനിക്കെതിരെ നിൽക്കരുത്. അവൾ എലീനയ്ക്ക് നേരെ കൈനീട്ടി. സത്യം ചെയ്തതാ മമ്മ, പപ്പയ്ക്ക് മുന്നിൽ വെച്ച്. എലീന റിബേക്കയുടെ കയ്യിൽ കൈവച്ചു കൊടുത്തു. സത്യം, മമ്മ നിന്നെ തടയില്ല. പക്ഷേ അത് നിനക്ക് ദാവീദിനെ കിട്ടാനല്ല, നിന്റെ പപ്പയെ കൊന്നവളുടെ, അവൾക്ക് കൂട്ടുനിന്നവരുടെ നാശം കാണാൻ വേണ്ടി മാത്രം. നിന്നോട് ദാവീദ് എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെയായിരുന്നു നിന്റെ പപ്പ എന്നോടും. അവർക്കിടയിൽ ആകെ എന്നോട് സംസാരിച്ചിരുന്നത് നിന്റെ പപ്പ മാത്രമായിരുന്നു. അവരൊക്കെ എതിർത്തിട്ടും ആൽവിൻ എന്റെ കൂടെ നിന്നു. പക്ഷേ എലീന കണ്ണുകൾ തുടച്ചു. മോൾക്ക് എന്റെ ഗതി വരരുത്. ഇല്ല മമ്മ, എന്നിൽ നിന്ന് ആരും ദാവീദിനെ അടർത്തിയെടുക്കില്ല. ദാവിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാ. പക്ഷേ ദാവീദിന് ചുറ്റുമുള്ളവർ അതിന് സമ്മതിക്കില്ല മോളെ. അവരുടെ സമ്മതം എനിക്ക് വേണ്ട മമ്മ. എനിക്ക് വേണ്ടത് ദാവിയെ മാത്രമാ. റിബേക്ക തന്റെ മുറിയിലേക്ക് പോയി. അവൾ പോയപ്പോൾ എലീനയുടെ മുഖത്ത് ഒരു ചിരി വിടർന്നു. നീ ദാവീദിനെ നേടണമിവ. എന്റെ ആഗ്രഹവും അതുതന്നെയാണ്. എസ്തേർ വരുമ്പോൾ നഥാനും കാതറിനും എന്ത് ചെയ്യുമെന്ന് നോക്കാം. എലീന ചിരിച്ചു. 1 വീക്ക് എങ്കിലും വേണം, ലക്കി പറഞ്ഞു. പിള്ളേരെ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങനെ? ജാനറ്റ് ആംഗ്യം കാണിച്ചു. എന്താ ഇവിടെ ഒരു ഗൂഢാലോചന? നഥാനും കാതറിനും അവിടേക്ക് വന്നു. എടാ, നമ്മൾ കുറേയായി ആലോചിക്കുന്ന ട്രിപ്പ് പോകണ്ടേ?
ഇത്തവണ എന്തായാലും പോകണം, അക്കു പറഞ്ഞു. അതിന് ആരോൺ വരണ്ടേ? കാതറിൻ ചോദിച്ചു. അതിന് പിള്ളാരെ കൊണ്ടുപോകുന്നില്ല. കേറ അവളെ നോക്കി. പിള്ളാരില്ലാതെയോ? നഥാൻ ചോദിച്ചു. അതെ, ഇത് നമ്മൾ മാത്രമായി പോകുന്നു. കൊച്ചുപിള്ളാരൊന്നും അല്ലല്ലോ. ഫുഡ് ഉണ്ടാക്കാൻ സർവന്റ് ഉണ്ട്, സേറയെ നോക്കാൻ ദാവിയും ആര്യനുമുണ്ട്. പിന്നെന്താ? അക്കു പറഞ്ഞു. അതന്നെ, നമ്മൾ ആദ്യമായിട്ടല്ലല്ലോ അവരെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നത്. ആരോൺ എത്തുമ്പോഴേക്കും നമ്മൾ തിരിച്ചെത്തും, ലക്കി പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഓക്കെ, പോകാം, നഥാൻ ചിരിച്ചു. എങ്ങോട്ടാ പോകുന്നത്? മിറിയവും ദാവീദും ആര്യനും അവിടേക്ക് വന്നു. ട്രിപ്പ്, അക്കു പറഞ്ഞു. അതിന് ആരോൺ കൂടി വരട്ടെ, എനിക്ക് കുറച്ച് ഓഫ് ഷോട്ട് എടുത്ത് FB ഇടാനുള്ളതാ, ആര്യൻ പറഞ്ഞു. അതിന് നിങ്ങളെ കൊണ്ടുപോകുന്നില്ലല്ലോ, ലക്കി മകനെ നോക്കി. ഞങ്ങളെ കൊണ്ടുപോകുന്നില്ലെന്നോ? ദാവീദ് ചോദിച്ചു. അതെ, കാതറിൻ നഥാന്റെ താടിയിൽ പിടിച്ചു. വേണ്ട, അല്ലേലും ഞങ്ങളില്ല, അല്ലേ ദാവി? മിറിയം മുഖം വീർപ്പിച്ചു. ആരോൺ വന്ന് ഞങ്ങൾ 4 കൂടി പോകും. അപ്പോ എങ്ങാനും ഇടങ്കോലിടാൻ വന്നാലുണ്ടല്ലോ. ഇല്ലേ, കേറ ചിരിച്ചു. എപ്പോഴാ പോകുന്നത്? ദാവീദ് ചോദിച്ചു. നാളെ മോർണിംഗ് പോകും, അക്കു പറഞ്ഞു. 1 വീക്ക് കഴിഞ്ഞ് കാണാം. ദാവീദിന്റെ മനസ്സിൽ മറ്റൊന്നുമില്ലായിരുന്നു ചിന്ത. അപ്പ തനിക്ക് നിയന്ത്രണം വെച്ച റൂമിലെല്ലാം കയറണം, എല്ലാം നോക്കണം, ആരാണ് ആ ബുക്കിലുള്ളവരെന്ന് കണ്ടെത്തണം. സോറി അപ്പ, ദാവീദ് മനസ്സിൽ പറഞ്ഞു. ഹലോ ആരോൺ, ആര്യൻ ഫോൺ ചെവിയോട് ചേർത്ത് വെച്ചു. എടാ ആര്യ, ഞാനില്ലാതെ അടിച്ചു പൊളിക്കുവാണോ നിങ്ങള്? എവിടെ മാൻ, നീ ഇല്ലാതെ പടിക്ക് പുറത്തിറങ്ങില്ല എന്നാ ദാവീദിന്റെ ഓർഡർ. ഞാൻ കൂടിപ്പോയ ഒരാഴ്ച, അപ്പോഴേക്കും എന്റെ പരിപാടി തീരും. പിന്നെ നമുക്ക് കറങ്ങാൻ മോനെ. എവിടെ ദാവി? ഞാൻ കൊടുക്കാം. ദാവി! അവൻ ഫോണുമായി ഗാർഡനിലേക്ക് പോയി. മിറിയം അവന് മുന്നിൽ നിന്ന് എന്തൊക്കെയോ ആംഗ്യം കാണിക്കുന്നുണ്ട്. ആകാശഗംഗ, ദാവീദ് പറഞ്ഞു. യെസ്, ഇനി നീ. അവൾ വന്നിരുന്നു. ദാ ആരോൺ വിളിക്കുന്നു. ദാവീദ് ഫോൺ വാങ്ങി. ആരോൺ, എന്നാ നീ വരുന്നേ? എടാ 1 വീക്ക്, ഞാൻ എത്തും. നമ്മുടെ തലതൊട്ടപ്പന്മാരൊക്കെ കറങ്ങാൻ പോകുകയാണെന്ന് കേട്ടു. മമ്മ വിളിച്ചപ്പോൾ പറഞ്ഞതാ. യെസ് മാൻ. എടാ, നിന്റെ പഗ് എവിടെ? ആരോൺ ചോദിച്ചു. ഇവിടെ ഉണ്ട്, കൊടുക്കാം. മിറിയം, നിന്റെ ബ്രോ. അവൻ ഫോൺ നീട്ടി. പറയടാ, അവൾ പറഞ്ഞു. എടിയേ, നീ ഞാനില്ലാതെ അവിടെല്ലാം അടിച്ചു പൊളിക്കുക അല്ലേ തിണ്ടി? ആരോൺ, നീ ഇല്ലാത്തതുകൊണ്ട് എന്നാ സമാധാനമാണെന്നോ? മറിയം ചിരിച്ചു. അങ്ങനെയാണല്ലേ, എന്നാ മോള് പറഞ്ഞ സാധനം ഞാൻ വാങ്ങുന്നില്ല. ബ്രോ, നീ എന്നാ വരിക? മിസ് ചെയ്യുന്നു നിന്നെ, മറിയം പറഞ്ഞു. പൊടി, ഞാൻ വന്നിട്ട് കറങ്ങാൻ പോകാം കേട്ടല്ലോ. അതിനു മുൻപേ ദാവിയോട് കറങ്ങാൻ പോകുന്നതിനെക്കുറിച്ച് മിണ്ടിയാലുണ്ടല്ലോ, നീ പറഞ്ഞാൽ ആ കോപ്പം പിന്നെ വേറെ ആരും പറയുന്നത് കേൾക്കില്ല. അതുകൊണ്ടാ. ഓക്കെ, ഞാൻ പറഞ്ഞത് മറക്കണ്ട. ഇല്ല, മറക്കില്ല. എനിക്ക് ഇനിയും ജീവിക്കാനുള്ളതാ, അതുകൊണ്ട് മാത്രം. എന്നാ ശരി മാഡം, ഞാൻ പിന്നെ വിളിക്കാം. ആരോൺ ഫോൺ കട്ട് ചെയ്തു. അവൾ ഫോൺ ആര്യന് കൊടുത്തപ്പോൾ അവൻ ഫോൺ കൊണ്ടുപോയി. എന്താ അവനോട് നീ വാങ്ങാൻ പറഞ്ഞേ? ദാവീദ് ചോദിച്ചു. സ്കോച്ചോ? ദാവീദ് ചോദിച്ചു. നീ എപ്പോഴാ ഡ്രിങ്ക്സ് കഴിക്കാൻ തുടങ്ങിയേ? ചുമ്മാ ദാവി, ഞാൻ അവനോട് സ്കോട്ട്ലാൻഡ് മെയ്ഡ് സ്കാർഫ് വാങ്ങാൻ പറഞ്ഞതാ. ഓ, അതാണോ? വായോ, മഞ്ഞിറങ്ങുന്നുണ്ട്. അവൻ നടന്നു, കൂടെ മിറിയവും. നിനക്കൊരുപാട് സ്കാർഫ് ഉണ്ടല്ലോ, പിന്നെയും എന്തിനാ? അവൻ അവളുടെ കൈപിടിച്ച് നടന്നു. ഇത് സ്കോട്ട്ലാൻഡ് സ്പെഷ്യലാണ് ദാവി, ഹാൻഡ് മെയ്ഡ്. ഈ ലോകത്തുള്ള എല്ലാ സ്പെഷ്യലും എനിക്ക് വേണം. അവൾ അവനെ നോക്കി ചിരിച്ചു. കുട്ടികളെ തനിച്ചാക്കി പോകുന്നത് എന്തോ പോലെ, നഥാൻ പറഞ്ഞു. ആദ്യമായിട്ടല്ലല്ലോ നമ്മൾ അങ്ങനെ പോകുന്നത്. 4 പേരെയും ഇവിടെയാക്കി 2 വർഷം മുന്നേ അല്ലേ നമ്മളെല്ലാരും കൂടി ഇസ്രായേൽ പോയത്. അന്ന് ഇതിനേക്കാൾ ചെറുപ്പമായിരുന്നു അവർ. അതല്ല, അവരുടെ സേഫ്റ്റിയിൽ എനിക്ക് പേടിയില്ല. പേടി ദാവിയുടെ കാര്യത്തിലാണ്. അവനോട് നമ്മൾ വെച്ച നിയന്ത്രണങ്ങളെല്ലാം നമ്മളില്ലാത്ത നേരം അവൻ തെറ്റിക്കുമോ എന്നൊരു പേടി. ആര്? ദാവിയോ? എന്താ ഈയിടെയായി ദാവിയെക്കുറിച്ച് മാത്രമാണല്ലോ ചിന്ത. ഇനി അഥവാ അവൻ ആ റൂമിലെല്ലാം കയറി ആരാണ് ഇമ്മാനുവൽ, ആരാണ് എസ്തർ എന്നറിഞ്ഞാൽ എന്താ പ്രശ്നം? എന്തായാലും അവനത് അറിയുന്ന താൻ. അറിയാം, എന്നെങ്കിലും ദാവീദ് അതെല്ലാം അറിയുമെന്ന് എനിക്കറിയാം. പക്ഷേ അത് ഇത്ര നേരത്തെയായി
എന്റെ മോൻ ഇപ്പോൾ അനുഭവിക്കുന്ന സന്തോഷങ്ങൾക്ക് മേലെ ടെൻഷൻ ആകരുതെന്നേ ഉള്ളൂ. ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ അവൻ അനുഭവിക്കരുതെന്ന് മാത്രമേ എനിക്കുള്ളൂ. ഇല്ലെന്ന് താൻ, നമ്മൾ അനുഭവിച്ചതൊന്നും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. പ്രളയമെടുത്ത ഇരുണ്ട ഭൂമിയിൽ ഇന്ന് വെളിച്ചം മാത്രമേ ഉള്ളൂ. ഇസ്രായേലിന്റെ മണ്ണിൽ ഇരുണ്ട ഭൂമി എന്നൊരിടമില്ല. നമ്മുടെ മോന്റെ രക്തം കുതിച്ചു വരാൻ ആരുമില്ല. ദാവീദ് നഥാനേഥൻ. അവൻ ദാവീദിന്റെ ഫോട്ടോയിൽ നോക്കി പറഞ്ഞു, ഇരുണ്ട ഭൂമിയിലെ എല്ലാം അവസാനിച്ചു എന്ന് ആശ്വസിക്കുന്ന നിന്റെ അപ്പയുടെയും മമ്മയുടെയും വിശ്വാസം അങ്ങനെ തന്നെ ഇരിക്കട്ടെ ദാവീദ്. എനിക്ക് വേണ്ടത് നിന്റെ അബ്ബയെയോ നിന്റെ മമ്മയെയോ അല്ല, നിന്നെയാണ്. ദാവീദ് നഥാനേഥൻ എന്ന ദൈവപുത്രനെ, എന്റെ അബ്ബയുടെ രക്തത്തിന്റെ കണക്ക് എനിക്ക് ചോദിക്കേണ്ടത് നിന്നോടാണ്. പുലർച്ചെ തന്നെ ദാവീദും ആര്യനും മിറിയവും ബംഗ്ലാവിന്റെ മുറ്റത്ത് നിൽക്കുകയായിരുന്നു. മിറിയം ഉറക്കച്ചടവിൽ നിന്ന് ഒരു കോട്ടുവ വിട്ടു. ദാവീദും ആര്യനും ബാഗുകൾ എടുത്ത് കാറിൽ വെച്ച് ഡിക്കി അടച്ചു. എന്നെ എന്തിനാ എഴുന്നേൽപ്പിച്ചേ? മിറിയം കണ്ണുകൾ തിരുമ്മി ചോദിച്ചു. പിന്നെ ഞങ്ങൾ എഴുന്നേറ്റില്ലേ, നീയും എഴുന്നേൽക്കണം, ആര്യൻ പറഞ്ഞു. അപ്പോഴേക്കും യാത്ര പോകാനായി എല്ലാവരും വന്നു. മിറിയം ദാവിയുടെ കൈമേൽ തല ചായ്ച്ച് കണ്ണുകൾ അടച്ചു നിന്നു. ഇടി, ഉറങ്ങി വീഴണ്ട, കേറ മകളോട് പറഞ്ഞു. പോയി റൂമിൽ ചെന്ന് കിടന്നോ. അവൾ അതൊന്നും കേട്ടില്ല. അപ്പൊ മക്കളെ, ഞങ്ങൾ പോയിട്ട് വരാം. ആര്യ, ഞങ്ങൾ തിരികെ വരുമ്പോ ഈ ബംഗ്ലാവ് ഇതേപോലെ തന്നെ ഉണ്ടാകണം, ലക്കി പറഞ്ഞു. ശ്രമിക്കാം അച്ഛാ, അത്രയേ പറയാൻ പറ്റൂ. ദാവി, സേറയെ നോക്കിക്കൊള്ളണം, നഥാൻ പറഞ്ഞു. ആ അബ്ബ, നിങ്ങൾ പോയിട്ട് വാ. സേറ, അക്കു സേറയെ തട്ടി. എന്താ പപ്പാ? അവൾ ഉറക്കത്തിൽ ചോദിച്ചു. ആര്യനുമായി വഴക്കിടരുത്, ദാവിയോട് പറയാതെ പുറത്തൊന്നും പോകരുത് കേട്ടോ. ഉറക്കത്തിൽ അവൾ മൂളി. ദാവി, കാതറിൻ മോന്റെ കൈ പിടിച്ചു. ഞങ്ങൾ പോയി വേഗം വരാമേ. ആമ്മേ. അവർ 2 കാറുകളിലായി കയറി. ആര്യനും ദാവിയും നോക്കി നിൽക്കെ കാറുകൾ ഏഥൻ ബംഗ്ലാവ് കടന്നുപോയി. എടി, പോയി കിടന്നുറങ്ങടി, ആര്യൻ മിറിയത്തെ തട്ടി. അവൾ മെല്ലെ കണ്ണു തുറന്ന് അവനെ നോക്കി. നീ പോടാ കൊരങ്ങ. അവൾ കോട്ടുവായിട്ട് അകത്തേക്ക് നടന്നു. പിന്നാലെ ആര്യനും ദാവിയും അവരവരുടെ മുറിയിലേക്ക് പോയി. റൂമിലെത്തിയ ദാവി ബെഡിൽ കിടന്നു. തനിക്ക് മുന്നിലുള്ളത് ഒരാഴ്ച മാത്രം. അബ്ബയും അമ്മയും ഇവിടെയില്ല. വേറെ ആരും നിയന്ത്രണം വയ്ക്കാനുമില്ല. ആ മുറികളിൽ എന്താണെന്ന് കണ്ടെത്തണം. എന്താ എന്നിൽ നിന്ന് ഒളിപ്പിക്കുന്നതെന്നും ഈ ഫോട്ടോയിലുള്ളവരാരാണെന്നും കണ്ടെത്തണം. ദാവി, ആ ബ്രെഡ് എടുക്കുവോ? മിറിയം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടയിൽ പറഞ്ഞു. അവൻ അത് കേട്ടില്ല. ദാവി, എന്തേ? എന്താ ആലോചിക്കുവാ നീ? ഏയ്, നീ എന്തെങ്കിലും പറഞ്ഞോ? ആ ബ്രെഡ് എടുത്തതാ, മിറിയം പറഞ്ഞപ്പോൾ അവൻ ബ്രെഡ് എടുത്തു കൊടുത്തു. പേരൻസ് എല്ലാം പോയപ്പോൾ ആകെ ഒരു ശോകം അല്ലേ? ആര്യൻ പറഞ്ഞു. അത് ശരിയാ, പ്രത്യേകിച്ച് ലക്കി അങ്കിളും ജാനുവും പോയപ്പോൾ വല്ലാത്ത ശൂന്യത. മിറിയം ചിരിച്ചു. അത് കേട്ടപ്പോൾ ദാവീദും, അത് ശൂന്യതയല്ല മോളെ, സന്തോഷമാണ്, ആര്യൻ പറഞ്ഞു. എന്റെ അമ്മോ, അവര് ട്രിപ്പ് പോയത് നന്നായി, ഇല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ തല്ലായനെ. അന്നേരമാണ് റിബേക്ക അവിടേക്ക് വന്നത്. ഹലോ, എന്താണ് കാലത്ത് തന്നെ? ദാവീദ് ചോദിച്ചു. ലൈബ്രറിയുടെ കീ ദാവീദിന്റെ അടുത്താണെന്ന് മനു അങ്കിൾ പറഞ്ഞു. യെസ്, എന്റെ അടുത്താണ്. നീ ലൈബ്രറി പോകുന്നുണ്ടോ? എങ്കിൽ ഞാനും ഉണ്ട്. ഇരിക്ക റബേക്ക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, മിറിയം പറഞ്ഞു. ഇല്ല, ഞാൻ കഴിച്ചു, അവൾ പറഞ്ഞു. എന്നാലും ഒന്നുകൂടെ കഴിക്കാം. ആര്യൻ അവളെ തിരിഞ്ഞു നോക്കി. ഇരിക്ക റബേക്ക. ഇരിക്കേ, ദാവി പറഞ്ഞപ്പോൾ അവൾ ഇരുന്നു. മിറിയം അവൾക്ക് പ്ലേറ്റ് എടുത്തു കൊടുത്തു. ദാവീദ് അതിൽ ബ്രെഡും ഓംലേറ്റും വെച്ചു കൊടുത്തു. ആര്യൻ ഗ്ലാസിൽ പാലൊഴിച്ച് അവൾക്ക് മുന്നിൽ വെച്ചു. അവർ പരസ്പരം സംസാരിച്ചും ഭക്ഷണം പങ്കുവെച്ചും കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം ദാവീദ് ലൈബ്രറിയിൽ പോകുവാൻ റെഡിയായി. ആര്യ, നീ ഉണ്ടോ ലൈബ്രറിയിലേക്ക്? ദാവീദ് ചോദിച്ചു. നോ മാൻ, നീ പോയിക്കോ, എനിക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട്. അവൻ പിയാനോയുടെ മുന്നിലിരുന്നു. മിറിയം എവിടെ? ദാവീദ് ചോദിച്ചു. സെറാപ്പി, അവളെ ഞാൻ കണ്ടില്ല, ആ ഗാർഡനിലെങ്ങാനും കാണും. അവൻ പിയാനോയിലെ ഓരോ കീയും ഞെക്കിക്കൊണ്ട് പറഞ്ഞു. നീ അതിന്റെ പരിപ്പിളക്കരുത്,
ദാവീദ് അവനെ നോക്കി ചിരിച്ചു. ഇവ, നീ ഇവിടെ നിൽക്ക്, ഞാൻ മിറിയത്തെ നോക്കിയിട്ട് വരാം. ദാവീദ് ഹാളിലേക്ക് പോയി. മിറിയം, മിറിയം! അവൻ വിളിച്ചു നടന്നു. അവൻ കോണിപ്പടികൾ കയറി മുകളിലേക്ക് പോയപ്പോൾ ഒരു റൂമിന് മുന്നിൽ അവൾ നിൽക്കുന്നുണ്ടായിരുന്നു. ആ റൂമിലേക്ക് നോക്കി മിറിയവും. നീ എന്താ ഇവിടെ നിൽക്കുന്നേ? അവൾ അവനെ നോക്കി. ഇതിനകത്ത് ആരോ ഉണ്ട് ദാവി. അവൾ വാതിൽ ചൂണ്ടി പറഞ്ഞു. ഇതിനകത്തോ? അവൻ വാതിൽക്കൽ വന്നു നോക്കി അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഇത് പുറത്തുനിന്ന് പൂട്ടിയേക്കുവാ, പിന്നെങ്ങനെ ഇതിനകത്ത് ആളുണ്ടാകും? ഞാൻ ശബ്ദം കേട്ടു. ഇതിനകത്ത് ആരോ രണ്ടുപേര് സംസാരിക്കുന്നത്, ഒരാണും ഒരു പെണ്ണും. അവൾ അവനെ നോക്കി. എന്താ സംസാരിച്ചത്? അവൻ അവളോട് ചോദിച്ചു. ഹീബ്രു. ഹീബ്രുവോ? ദാവീദ് അവളെ നോക്കി. നിനക്ക് തോന്നിയതാകും, വന്നേ. അവൻ അവളുടെ കൈപിടിച്ച് താഴേക്ക് കൊണ്ടുപോയി. നമുക്ക് ലൈബ്രറി പോകാം, നീ ഉണ്ടോ? ഞാൻ വരണോ? നിനക്കറിയില്ലേ പണ്ടേ ബുക്സും ഞാനും ചേരില്ലെന്ന്. നീയും വാ, ദാവീദ് പറഞ്ഞു. ഓക്കെ, ഞാൻ ഈ സ്കാർഫ് ഒന്ന് മാറ്റട്ടെ. അവൾ റൂമിലേക്ക് ഓടി. കുറച്ചു കഴിഞ്ഞ് മിറിയം വന്നു. റിബേക്ക അവരെ കാത്തു മുറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ അകത്തേക്ക് നോക്കിയപ്പോൾ മിറിയത്തിന്റെ കൈ പിടിച്ചു വരുന്ന ദാവീദിനെയാണ് കണ്ടത്. സേറയുമുണ്ടോ? റിബേക്ക ചോദിച്ചു. ഇവളെയും ആര്യനെയും ഒരുമിച്ച് ഇവിടെ നിർത്തിയാലേ ഞാൻ തിരികെ വരുമ്പോൾ ചിലപ്പോൾ ഈ ബംഗ്ലാവ് ഇങ്ങനെ കാണില്ല. അതുകൊണ്ട് ഇവളെ ഞാൻ കൂടെ കൂട്ടി. അവർ 3 പേരും കോളേജിലേക്ക് നടന്നു. ദാവീദ് ലൈബ്രറി തുറന്നകത്തേക്ക് കയറി. പഗ്, അടുത്ത അക്കാഡമിക് ഇയർ മുതൽ നീ ഇവിടെയാ. അത് കേട്ടപ്പോൾ അവൾ തലയാട്ടി ചിരിച്ച് അകത്തേക്ക് കയറി. സേറ ഇനി ഇവിടെയാണോ പഠിക്കുന്നത്? റിബേക്ക ചോദിച്ചു. അതെ, ഞാനിനി ഇവിടെയാണ് പഠിക്കുന്നത്, അല്ലേ ദാവി? ഇനി ഫുൾ ടൈം ദാവിക്കൊപ്പം. അവൾ ദാവീദിന്റെ കയ്യിൽ തൂങ്ങി. വായോ, നമുക്ക് കുറച്ച് ബുക്സ് നോക്കാം. അവൻ അവളുടെ തോളിൽ പിടിച്ച് മുന്നോട്ട് ഉന്തി നടന്നു. റിബേക്കയ്ക്ക് അത് കണ്ട് ദേഷ്യം വന്നു. വേണ്ട സേറ, എന്റെ ദാവിയെ എന്നിൽ നിന്നും പറിച്ചെടുക്കാൻ ശ്രമിക്കണ്ട. ആര് വന്നാലും അവനെ ഞാൻ വിട്ടുതരില്ല. അവൻ എന്റേതാ, എന്റേത് മാത്രം. റിബേക്ക അവരെ നോക്കി നിന്നു. മിറിയം ഓരോ ഷെൽഫിൽ നിന്നും ബുക്ക് എടുത്തു നോക്കി അവിടെ വെച്ചു. ഓരോ ബുക്കിലൂടെയും വിരലോടിച്ചു. അവൾ നോക്കുമ്പോൾ ദാവിയും റിബേക്കയും ഒരു ബുക്കിൽ എന്തോ നോക്കി പരസ്പരം എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. മിറിയം ഒരു ഷെൽഫ് തുറന്നു നോക്കാൻ ശ്രമിച്ചു. നടന്നില്ല. ദാവി, അവൾ വിളിച്ചപ്പോൾ അവൻ അവളെ നോക്കി. ഇതൊന്ന് തുറന്നതാ. അവൾ ആ ഷെൽഫ് വലിച്ചുകൊണ്ട് പറഞ്ഞു. വേറെ ഏതെങ്കിലും ഷെൽഫ് നോക്കപ്പാ. വായോ, അവൾ ചിരിച്ചു. 1 മിനിറ്റ്. അവൻ റിബേക്കയുടെ അടുത്ത് നിന്ന് മിറിയത്തിന്റെ അടുത്തേക്ക് ചെന്ന് ഷെൽഫ് തുറക്കുവാൻ നോക്കി. അവനും തുറക്കാനായില്ല. ഞാനും വലിക്കാം. മിറിയം അവന്റെ കൈന്മേൽ കൈവച്ച് വലിച്ചതും ഷെൽഫ് തുറന്നു. അവൾ കൈ മടക്കി മസിലിൽ തൊട്ടവനെ നോക്കി. അവൻ അവളെ നോക്കി ചിരിച്ചു. റിബേക്കയുടെ അടുത്തേക്ക് ചെന്നു. അവർ വീണ്ടും ആ ബുക്കിലേക്ക് തന്നെ നോക്കി. അവൾ മുകളിൽ ഒരു ബുക്കിൽ കൈവച്ചതും അവളുടെ വിരലിലൂടെ രക്തമൊഴുകി. അവൾ തന്റെ കൈയിലൂടെ ഊർന്നു വരുന്ന രക്തം നോക്കി പേടിച്ച് പിന്നിലേക്ക് നീങ്ങിയതും ഒരു ഷെൽഫിലിടിച്ച് അവൾ നിലത്തേക്കിരുന്നു. ശബ്ദം കേട്ട് ദാവീദും റിബേക്കയും അവളെ നോക്കി. മിറിയം! അവൻ അവളുടെ അടുത്തേക്ക് ഓടി വന്നു. മിറിയം, എന്താ? ബ്ലഡ്. അവൾ കൈ നീട്ടി. അവൻ അവളുടെ കൈ തിരിച്ചും മറിച്ചും നോക്കി. എവിടെ? കയ്യിൽ. അവൾ കൈയിലേക്ക് നോക്കിയപ്പോൾ ബ്ലഡ് കണ്ടില്ല. ഞാൻ കണ്ടു, ഈ വിരലിൽ നിന്ന് രക്തമൊഴുകി ദേ ഇതിലൂടെ. അവൾ കയ്യിൽ വിരൽ കൊണ്ട് വരച്ചു കാണിച്ചു. ഇല്ല, ബ്ലഡൊന്നുമില്ലല്ലോ. തോന്നിയതാകും നിനക്ക്. അവൻ അവളുടെ മുടിയിൽ തലോടി. ഇല്ല, ഞാൻ കണ്ടു ദാവി. എന്റെ കയ്യിലൂടെ രക്തമൊഴുകുന്നത് ഞാൻ കണ്ടു. സേറ, എന്ത് ഭ്രാന്തായി പറയുന്നേ? റിബേക്ക അങ്ങനെ പറഞ്ഞപ്പോൾ ദാവീദ് അവളെ ദേഷ്യത്തോടെ നോക്കി. ദാവീദിന്റെ നോട്ടം കണ്ടപ്പോൾ റിബേക്കയ്ക്ക് മനസ്സിലായി അതവൻ ഇഷ്ടമായില്ലെന്ന്. ഒന്നുമില്ല, നീ നിന്റെ കയ്യിൽ നോക്ക്. ബ്ലഡ് ഇല്ലല്ലോ, ഒരു മുറിവ് പോലുമില്ല. പിന്നെങ്ങനാ ബ്ലഡ് വരിക? പക്ഷെ ഞാൻ കണ്ടു. മിറിയം ഒരുപാട് പേടിച്ചെന്നവന് മനസ്സിലായി. വായോ. അവൻ അവളെ എഴുന്നേൽപ്പിച്ച് ഒരു കസേരയിലിരുത്തി. ഇവിടെ ഇരിക്കോ കുറച്ചു നേരം. എനിക്ക് 1-2 ബുക്സ് എടുക്കാനുണ്ട് റെഫറൻസിന്. അവൾ മൂളി. മിറിയം കസേരയ്ക്ക് മുന്നിലുള്ള മേശമേൽ തല വെച്ച് കിടന്നു. ദാവീദ് ചെന്ന് ബുക്ക് എടുത്ത് നോക്കുമ്പോൾ റിബേക്ക അവന്റെ അടുത്തേക്ക് വന്നു.
സോറി ദാവി. അവൻ ബുക്കിലേക്ക് തന്നെ നോക്കി മൂളി. ദാവി സോറി. അവൾ അവന്റെ കൈ പിടിച്ചു. ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഓക്കേ, ഞാൻ നിന്നെ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. നീ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ദേഷ്യം വന്നെന്ന്. നിന്റെ മുഖം മാറിയാൽ എനിക്ക് മനസ്സിലാവും ദാവി. റിബേക്ക ബുക്ക് നോക്കി അപ്പുറത്തേക്ക് പോയപ്പോൾ ദാവീദ് ആ ഷെൽഫിനടുത്തേക്ക് വന്ന് നിന്ന് അടിമുടി അത് നോക്കി. അവൾക്ക് തോന്നിയതാകുമോ? മെറിയം എന്നോട് കള്ളം പറയില്ല. അവൻ അതിൽ നിന്നൊരു ബുക്കെടുത്ത് തുറന്നു നോക്കി. സാത്താന്റെ വേദഗ്രന്ഥം. അവൻ അതടച്ചു വെച്ചു. ആ ഷെൽഫിലെ എല്ലാ ബുക്കുകളും അവൻ നോക്കി. എല്ലാം അതുതന്നെയായിരുന്നു. ഇതെല്ലാം പഴയതാണല്ലോ. അറിയാൻ എന്താ ഒരു വഴി? അവൻ ആ ഷെൽഫ് അടച്ച് ബാക്കി ബുക്കുകൾക്കൊപ്പം ഇതും വെച്ചു. മെറിയം. അവൻ അവളെ തട്ടി വിളിച്ചപ്പോൾ കണ്ണു തുറന്ന് അവനെ നോക്കി. പോകാം. അവൾ മൂളി. പോകാം റിബേക്ക. ആ. അവൾ പുറത്തേക്ക് വന്നു. ദാവിയുടെ പോക്കറ്റിൽ നിന്നും കീ എടുത്ത് മെറിയം ലൈബ്രറി പൂട്ടി. അവർ മൂന്നുപേരും പുറത്തേക്ക് നടന്നു. അതിന്റെ ഇടയിൽ ഷൂവിന്റെ ലേസ് അഴിഞ്ഞപ്പോൾ അവൻ ബുക്സ് മെറിയത്തിന്റെ കയ്യിൽ കൊടുത്തു. ഷൂ ലേസ് കെട്ടാൻ തുടങ്ങി. മെറിയം നോക്കിയപ്പോൾ വീണ്ടും അവളുടെ കയ്യിൽ രക്തം പടരുന്നത് കണ്ടു. അവൾ ബുക്കുകൾ താഴെയിട്ടു. എന്താ? ദാവീദ് എഴുന്നേറ്റു. ദാവി, ബ്ലഡ്. അവൾ കയ്യിലേക്ക് നോക്കിയപ്പോൾ രക്തമില്ലായിരുന്നു. എന്തു പറ്റി നിനക്ക്? അവൻ ബുക്സ് എടുത്തു. എനിക്ക്. അവൾ ചുറ്റും നോക്കി. ദാവി, ഞാൻ കണ്ടതാ. തോന്നിയതാകും നിനക്ക്. അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ ദാവീദ് തന്നെ വിശ്വസിക്കുന്നില്ലെന്ന് മെറിയത്തിന് തോന്നി. അവളുടെ കണ്ണുകൾ നിറഞ്ഞ് അവൾ അവിടെ നിന്നും വേഗം നടന്നു. കുറച്ചു ദൂരം എത്തിയപ്പോൾ അവൾ ഓടിപ്പോയി. മെറിയം, നിൽക്ക്! പിന്നാലെ ദാവീദും പോയി. അവൾക്ക് പിന്നാലെ പോകുന്ന ദാവീദിനെ റിബേക്ക നോക്കി നിന്നു. താൻ കൂടെയുള്ളതുകൂടി അവൻ മറന്നു എന്നവൾക്ക് തോന്നി. മെറിയം, മെറിയം! അവൻ ബംഗ്ലാവിലേക്ക് വന്നു. ഏറെ വിളിച്ചിട്ടും അവൾ വിളി കേട്ടില്ല. എന്താടാ? ആര്യൻ അവിടേക്ക് വന്നു. എടാ, മെറിയം എവിടെ? അവൻ ചോദിച്ചു. നിന്റെ കൂടെ അല്ലേ അവൾ വന്നേ? എടാ, അവൾ ഇങ്ങോട്ട് ഓടി വന്നു. പക്ഷേ ഇവിടൊന്നും അവളില്ല. ഇല്ലെന്നോ? സേറാ! അവൻ എല്ലായിടത്തും നടന്നു. സേറാ, സേറാപ്പി! ആര്യൻ വിളിച്ചു. അവളിവിടൊന്നുമില്ല. അവൻ ദാവീദിനെ നോക്കി. ദാവീദ് ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോയി. പിന്നാലെ ആര്യനും. അവൻ നേരെ ഓടിച്ചെന്നത് പള്ളിയിലേക്കായിരുന്നു. മെറിയം! കർത്താവിന് മുൻപിൽ മുട്ടുകുത്തി നിൽക്കുന്ന മെറിയത്തെ അവൻ വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. അവൻ ഓടിച്ചെന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. നീ എന്താ മിണ്ടാതെ ഓടി വന്നത്? ഞാൻ കള്ളമല്ല പറഞ്ഞത്. എന്റെ കയ്യിൽ രക്തം കണ്ടു. ഞാൻ സത്യമാ പറഞ്ഞത്. കർത്താവാണേ, നീയാണ് സത്യം. ഞാൻ കണ്ടത് സത്യമോ ദാവി? നീ കള്ളം പറഞ്ഞാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ മെറിയം. പിന്നെന്തിനാ? നീ എന്നോട് കള്ളം പറയില്ലെന്ന് എനിക്കറിയാമല്ലോ. അവൻ അവളെ കെട്ടിപ്പിടിച്ചു. വായോ, പോകാം. അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ആര്യൻ നിൽക്കുന്നുണ്ടായിരുന്നു. എന്റെ ഭഗവാനേ, ഇവളൊന്ന് പള്ളിയിൽ കയറി കണ്ടല്ലോ. ആര്യൻ നെഞ്ചിൽ കൈവച്ചു പറഞ്ഞു. പോടാ! അവൾ ആര്യന്റെ വയറ്റിലേക്കിടിച്ചു. അവർ പള്ളിയിൽ നിന്നിറങ്ങിപ്പോകുന്നത് റിബേക്ക കണ്ടു. ബംഗ്ലാവിലെത്തിയപ്പോൾ മെറിയം തന്റെ റൂമിലേക്ക് പോയി. ആര്യനും. ദാവീദ് തന്റെ റൂമിലെത്തി ആ ബുക്കെടുത്ത് തുറന്ന് അത് വായിക്കുവാൻ തുടങ്ങി. പാതി വായിച്ചു. അവൻ ആ ബുക്ക് മടക്കിയെടുത്തു വെച്ച് ബെഡിൽ കിടന്നു. എന്നാലും ആരാകും ഈ ബുക്സ് അവിടെ കൊണ്ടുവന്ന് വെച്ചത്? ആരാകും സാത്താനെ ആരാധിച്ചിരുന്നത്? ഈ ബംഗ്ലാവിനെ, ആ പള്ളിയെ, കോളേജിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ ഉണ്ട്. അപ്പയും അമ്മയും എന്നോട് മറച്ചു വെച്ചത് ഇതാകുമോ? പക്ഷേ എന്നോടെന്തിനാ മറച്ചു വെക്കുന്നത്? ഞാനിതൊന്നും അറിയാൻ പാടില്ലെന്നുണ്ടോ? അതോ ഞാൻ സ്വയം കണ്ടെത്തേണ്ടതാണോ? എങ്കിൽ ഈ ബുക്കിരുന്ന ഷെൽഫ് തുറന്നപ്പോൾ, ഈ ബുക്ക് കയ്യിലെടുത്തപ്പോൾ അല്ലേ മെറിയത്തിന് ബ്ലഡ് കണ്ടത്? അങ്ങനെയെങ്കിൽ... അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ആ ബുക്കെടുത്ത് മെറിയത്തിന്റെ മുറിയിലേക്ക് ചെന്നപ്പോൾ അവൾ ഉറക്കമായിരുന്നു. അവൾ നല്ല ഉറക്കത്തിലാണെന്ന് മനസ്സിലാക്കി അവൻ ആ ബുക്ക് അവളുടെ കയ്യിൽ വെച്ചു. ദാവീദിന്റെ കണ്ണുകൾ വിടർന്നു. അവൾ പറഞ്ഞതുപോലെ രക്തം. അവൻ ആ ബുക്ക് എടുത്തപ്പോൾ രക്തം മാഞ്ഞുപോയി. അവൻ കണ്ണുകൾ തിരുമ്മി ഒന്നുകൂടി നോക്കി. ഇല്ല, ബ്ലഡ് പോയി. അവൻ ഒന്നുകൂടി ബുക്ക് അവളുടെ കയ്യിൽ വെച്ചപ്പോൾ രക്തം പടർന്നു. അവൻ വേഗം ബുക്കെടുത്തു.
ശബ്ദമുണ്ടാക്കാതെ അവൻ ആര്യന്റെ അടുത്തേക്ക് ചെന്നു. ആര്യ, എന്താടാ നിന്റെ പകിനെ വീണ്ടും കാണാതെയായോ? അതല്ല, നീ ഈ ബുക്കൊന്ന് പിടിച്ചേ. അവൻ ആ ബുക്ക് ആര്യന്റെ കയ്യിൽ കൊടുത്തു. ആര്യൻ ആ ബുക്ക് വാങ്ങി തിരിച്ചും മറിച്ചും നോക്കി. എന്താടാ, ഭയങ്കര കനമാണല്ലോ ഈ ബുക്ക്. ഇതൊക്കെ പഠിക്കാനുള്ളതാണോ? ദാവീദ് അവന്റെ കയ്യിലേക്ക് നോക്കി. രക്തമില്ലല്ലോ, ദാവീദ് പറഞ്ഞു. രക്തമോ? ആര്യൻ മനസ്സിലാകാതെ അവനെ നോക്കി. നീ വന്നേ. ദാവീദ് ആര്യന്റെ കൈ പിടിച്ച് മിറിയത്തിന്റെ റൂമിലേക്ക് പോയി. എന്താടാ? ആര്യൻ ചോദിച്ചപ്പോൾ ദാവീദ് മിണ്ടല്ലേ എന്ന് പറഞ്ഞു. ദാവീദ് ആ ബുക്ക് മിറിയത്തിന്റെ കയ്യിൽ വെച്ചു. അവളുടെ കയ്യിൽ നിന്നും രക്തമൊഴുകുന്നത് ആര്യനും ദാവീദും കണ്ടു. ദാവീദ് പെട്ടെന്ന് ബുക്കെടുത്തു. അതോടെ രക്തം മാഞ്ഞുപോയി. ഇതെന്താ? ആര്യൻ ചോദിച്ചതും ദാവീദ് അവനെ കൂട്ടി പുറത്തേക്ക് പോയി. എനിക്കറിയില്ല. ലൈബ്രറിയിൽ വെച്ച് നടന്നതെല്ലാം ദാവീദ് ആര്യനോട് പറഞ്ഞു. എന്തു ബുക്കാ ഇത്? ആര്യൻ അത് വാങ്ങി. ഇത് സാത്താന്റെ വേദഗ്രന്ഥമാണ്. എന്ത്? അതേടാ, ഈ ബൈബിൾ, രാമായണം, ഖുറാൻ എന്നൊക്കെ പറയുന്ന പോലെ ഇത് സാത്താന്റെ വേദഗ്രന്ഥമാണ്, ദാവീദ് പറഞ്ഞു. നിനക്കെങ്ങനെ ഇത് മനസ്സിലായി? ഇത് വായിച്ചപ്പോൾ മനസ്സിലായി. ഇതേത് ഭാഷയാ? ആര്യൻ അത് തുറന്നു നോക്കി. ഹീബ്രു, ദാവീദ് പറഞ്ഞു. ആ ഷെൽഫ് നിറച്ച് ഈ ബുക്കുകളാണ്, അതും ഒരുപാട് പഴക്കം ചെന്നത്. ഒരു പുരാതന വസ്തു പോലെ ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുക. അങ്ങനെയെങ്കിൽ ആരോ ഇത് ഉപയോഗിച്ചിരിക്കണം അല്ലേ? ആര്യൻ ചോദിച്ചു. അതെ. പക്ഷേ മിറിയത്തിന്റെ കയ്യിൽ നിന്ന് മാത്രം എന്താ രക്തം വരുന്നേ? ഇനി അവളെങ്ങാനും സാത്താനെ... ആര്യൻ അവനെ നോക്കി. നോ, അങ്ങനെയെങ്കിൽ അവൾ പള്ളിയിൽ പോകുമോ? ഇല്ല. നീ എപ്പോഴെങ്കിലും മിറിയം അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യുന്നത് നീ കണ്ടിട്ടുണ്ടോ? പിന്നെന്താ അവളുടെ കയ്യിൽ നിന്ന് മാത്രം രക്തം വരുന്നത്? അറിയില്ല, എനിക്കറിയില്ല. കണ്ടെത്തണം. ഈ ബംഗ്ലാവിനെയും ഇതിനു ചുറ്റുമുള്ള എല്ലാത്തിനെയും ചുറ്റിപ്പറ്റി എന്തൊക്കെയോ ഉണ്ട്. എന്ത്? എന്തൊക്കെയോ. ഇവിടെ നമ്മൾ അറിയാതെ എന്തൊക്കെയോ ഉണ്ട്. എനിക്ക് ഉറപ്പാ അത്. ഞാനത് കണ്ടെത്തും. ദാവീ! അകത്ത് നിന്ന് മിറിയത്തിന്റെ അലർച്ച അവർ കേട്ടു. സേറയല്ലേ അത്? ആര്യൻ അവനെ നോക്കി. രണ്ടുപേരും അകത്തേക്ക് ഓടി. അവൾ ബെഡിൽ പുതപ്പുകൊണ്ട് മൂടിയിരിക്കുകയായിരുന്നു. മറിയം! ദാവീദ് അവളുടെ അടുത്തിരുന്നു. സെറ, എന്തുപറ്റി? ആര്യൻ ചോദിച്ചു. അവൾ പുതപ്പ് മാറ്റി. ദാവി, ആര്യ, ജനലിനപ്പുറം ഒരു രൂപം എന്നെ നോക്കി നിൽക്കുന്നു. അത് കേട്ടപ്പോൾ അവർ അവിടേക്ക് നോക്കി. ജനലിനപ്പുറം ഒന്നുമില്ലായിരുന്നു. ഇല്ലടാ, തോന്നിയതാകും, ആര്യൻ പറഞ്ഞു. അല്ല ആര്യ, തോന്നിയതല്ല, ഞാൻ കണ്ടു. കൊമ്പൊക്കെ ആയിട്ട്. അവൾ വിറച്ചു. എനിക്ക് പേടിയാകുന്നു ദാവി. അവൾ ദാവീദിന്റെയും ആര്യന്റെയും കൈ കൂട്ടിപ്പിടിച്ചു. ദാവി, ഞാൻ നോക്കിയിട്ട് വരാം. നീ ഇവളുടെ അടുത്തിരിക്കെ. ആര്യൻ പുറത്തേക്ക് പോയി. ആര്യൻ മുറ്റത്ത് ചെന്ന് നോക്കിയപ്പോൾ ഒരു കാള നിൽക്കുന്നത് കണ്ടു. ഇവളെ കൊണ്ട് തോറ്റു. അവൻ അകത്തേക്ക് പോയി. സെറാപ്പി, അതൊരു കാളയാണ്. കാളയോ? ദാവീദ് ചോദിച്ചു. ആടാ, അപ്പുറത്തെ ആ വീട്ടിൽ ആടും പോത്തുമെല്ലാം ഇല്ലേ? അതിലെ ഒന്ന് ഗേറ്റ് കടന്നു വന്നതാ, അല്ലാതൊന്നുമില്ല. അതിനെ ജനലിലൂടെ കണ്ടതാകും. അവൻ അവിടെ നിന്ന് പോയി. കാളയല്ല ദാവി. ആ അല്ല. അവൻ അവളുടെ മുടിയെല്ലാം ഒതുക്കി വെച്ചു. നമുക്കതെന്താന്ന് നോക്കാം. നീ കിടന്നു. ദാവി, പോവല്ലേ, പേടിയാവുന്നു. ഇല്ല, പോകുന്നില്ല. അവൻ അവളെ കിടത്തി അടുത്തിരുന്നു. അവളുടെ മുടിയിൽ തലോടി. പതുക്കെ മിറിയം ഉറക്കത്തിൽ വീണു. മമ്മ! പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എലീനയുടെ അടുത്തേക്ക് റബേക്ക വന്നു. എലീന വേഗമെല്ലാം എടുത്തു വെച്ചു. എന്താ മോളെ? ആ സേറയില്ലേ, അബ്രഹാം അങ്ങളുടെ മോള്, അവക്ക് കാര്യമായ എന്തോ പ്രശ്നമുണ്ട്. എന്തു പ്രശ്നം? മമ്മ, അവളിന്ന് കയ്യിൽ ബ്ലഡ് എന്നും പറഞ്ഞ് നിലവിളിച്ചു ലൈബ്രറിയിൽ വെച്ച്. ലൈബ്രറിയുടെ ഏറ്റവും അറ്റത്തൊരു ഷെൽഫിൽ നിന്ന് ബുക്കെടുത്തപ്പോ. ഏറ്റവും അറ്റത്തുള്ള ഷെൽഫോ? ആ മമ്മ, ഒരേപോലെ ഒരുപാട് ബുക്കിരിക്കുന്ന ഷെൽഫ്. അതോ? അത് തുറന്നോ? എലീന ചോദിച്ചു. ആ മമ്മ. ആ കുട്ടിക്ക് തലയ്ക്ക് കാര്യമായ എന്തോ പ്രശ്നമുണ്ട്. പിന്നെ റബേക്ക പറഞ്ഞതൊന്നും എലീന കേട്ടില്ല. ആ ഷെൽഫ് മഴ കൊണ്ട് വെട്ടിയിട്ട് പോലും ഞങ്ങൾക്ക് തുറക്കാൻ കഴിഞ്ഞില്ല. അത് തുറന്നെന്നോ? എലീന ആലോചിച്ചിരുന്നു. അതെങ്ങനെ? ദാവീദ് മിറിയത്തിന്റെ അടുത്തിരുന്ന് ഇന്ന് നടന്നതെല്ലാം ആലോചിക്കുകയായിരുന്നു.
മിറിയം കാലത്ത് മുകളിലെ മുറിക്ക് മുന്നിൽ നിന്നതു മുതൽ ജനലിനപ്പുറം രൂപം കണ്ടതുവരെ അവൻ ആലോചിച്ചു. എന്തോ മിറിയത്തിനു ചുറ്റും നടക്കുന്നുണ്ട്. അതെന്താണെന്ന് കണ്ടെത്തണം. അവൻ അവളെ നോക്കി. ദാവീദിന്റെ കൈ പിടിച്ച് ഉറക്കമായിരുന്നു മിറിയം. അവൻ മറ്റേ കൈകൊണ്ട് അവളുടെ നെറ്റിയിൽ തൊട്ടു. പനിക്കുന്നല്ലോ. ദാവീദ് അവളുടെ മുഖത്തും കഴുത്തിലുമെല്ലാം തൊട്ടു. ആര്യ, അവൻ വിളിച്ചു. എന്താടാ, ഇവള് വല്ല രൂപവും കണ്ടോ? എടാ, മിറിയത്തിന് പനിക്കുന്നുണ്ട്. പനിയോ? അവൻ അവളുടെ നെറ്റിയിൽ കൈവച്ചു. ശരിയാണല്ലോ, പൊള്ളുന്നുണ്ട്. നീ ഡോക്ടറെ വിളിക്കേ, ദാവീദ് പറഞ്ഞു. ആര്യൻ വിളിച്ചതനുസരിച്ച് ഡോക്ടർ വന്ന് മിറിയത്തെ പരിശോധിച്ച് മരുന്ന് കൊടുത്തു. പേടിക്കാനൊന്നുമില്ല, നോർമൽ ഫീവറാണ്. മരുന്നുണ്ട്, അത് കൊടുത്താൽ മതി. ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും കൊടുക്കണ്ട. ഓക്കെ ഡോക്ടർ, താങ്ക്സ്, ദാവീദ് പറഞ്ഞു. ഡോക്ടർ പോകുന്ന നേരമാണ് ബുക്സ് പിടിച്ച് റബേക്ക വന്നത്. എന്താ ഡോക്ടർ വന്നത്? അവൾ ചോദിച്ചു. സേറയ്ക്ക് പനി, ആര്യൻ പറഞ്ഞു. ആണോ? കാലത്ത് കുഴപ്പമില്ലായിരുന്നല്ലോ. പെട്ടെന്ന് വയ്യാതായി അവക്ക്, ദാവീദ് പറഞ്ഞു. താനെന്താ ബുക്സ് കൊണ്ട്? കുറച്ച് ഡൗട്ട്സ് ഉണ്ട് ദാവി, അവൾ പറഞ്ഞു. വാ, ദാവി അവളെ നോക്കി. റിബേക്കയുടെ സംശയങ്ങൾക്ക് ഉത്തരം കൊടുക്കുമ്പോഴും അവന്റെ കണ്ണുകൾ മിറിയത്തിന്റെ മുറിയിലായിരുന്നു. റിബേക്ക അവൻ പറയുന്നത് നോട്ടിൽ എഴുതുമ്പോൾ അവൻ എഴുന്നേറ്റ് മിറിയം എഴുന്നേറ്റോ എന്ന് നോക്കി വന്നിരിക്കും. ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് പോകുന്ന ദാവീദിനെ കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു. സേറ കുഞ്ഞൊന്നും അല്ലല്ലോ ദാവി, ഇങ്ങനെ പോയി നോക്കാൻ, കുറച്ച് ദേഷ്യത്തോടെ തന്നെ അവൾ പറഞ്ഞു. ദാവീദ് അവളെ നോക്കി. മിറിയം എനിക്ക് എന്റെ ജീവനേക്കാൾ പ്രിയപ്പെട്ടവളാ, അത് നിനക്ക് മനസ്സിലാകില്ല. ദാവീദിന്റെ ശബ്ദം മാറി. എല്ലാവരും സേറ എന്ന് വിളിക്കുമ്പോൾ ഞാൻ അവളെ മിറിയം എന്ന് വിളിക്കുന്നത് എന്താണെന്നറിയാമോ? മിറിയം എന്നാൽ കടൽ. എന്റെ മമ്മയെപ്പോലെ കടലോളം എന്നെ സ്നേഹിക്കുന്നവളാണ് മിറിയം. ആരോട് കള്ളം പറഞ്ഞാലും കള്ളത്തരം ചെയ്താലും അവൾ എന്നോട് അങ്ങനെ ചെയ്യില്ല. എനിക്കറിയാം നിന്റെ മമ്മ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്, റിബേക്ക ദേഷ്യത്തോടെ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൻ ചിരിച്ചു. പക്ഷെ എന്റെ പപ്പയുടെ സ്നേഹം എനിക്ക് നിഷേധിച്ചവരാണ് നിന്റെ മമ്മ, അവൾ മനസ്സിൽ പറഞ്ഞു. ഞാൻ പോവാ. അവൾ എഴുന്നേറ്റ് പോയി. ദാവീദിന് ഒന്നും മനസ്സിലായില്ല. രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ദാവീദ് മിറിയത്തെ റൂമിലാക്കി. ഇപ്പൊ പനി കുറവുണ്ട്, അവൻ അവളുടെ നെറ്റിയിൽ തൊട്ടുനോക്കി. കിടന്നോ, ഒന്നുറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും എന്റെ പക്ക് ഉഷാറാവും. ദാവി, ഞാൻ ഉറങ്ങിയിട്ട് പോവാം. അവൾ ബെഡിൽ കിടന്നപ്പോൾ അവൻ അടുത്തിരുന്നു. അവൾ അവനോട് ചേർന്ന് കിടന്ന് പതിയെ ഉറങ്ങി. ആര്യൻ വന്ന് നോക്കുമ്പോൾ കട്ടിലിൽ ചാരിയിരുന്ന് ദാവീദും ഉറക്കമായിരുന്നു. ആര്യൻ രണ്ടുപേരെയും നോക്കി. ഈ സ്നേഹം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ദാവി. പ്രണയമോ സൗഹൃദമോ സാഹോദര്യമോ? അവൻ തിരിഞ്ഞു നടന്നു. ഉറക്കത്തിൽ എപ്പോഴോ ദാവീദ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ മിറിയം നല്ല ഉറക്കമായിരുന്നു. അവൻ എഴുന്നേറ്റ് ഒരു പുതപ്പെടുത്ത് അവളെ പുതപ്പിച്ചു. ഡോർ അടച്ച് അകത്തേക്ക് കോണിപ്പടികൾ കയറി മുകളിലേക്ക് പോയി. ലൈറ്റിട്ട് ഓരോ മുറിക്കും മുന്നിൽ ചെന്ന് നിന്നു. ഇതിന്റെയൊക്കെ കീ എവിടെയാകും? അബ്ബയുടെ റൂമിലാകുമോ? പോയി നോക്കിയാലോ? കൈകൊണ്ട് തുറക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അവൻ വാതിൽ പിടിച്ചു തള്ളിയതും വാതിൽ തുറന്നു. അവൻ ആശ്ചര്യത്തോടെ നോക്കി നിന്നു. കീ ഇല്ലാതെ ഇതെങ്ങനെ തുറന്നു? എങ്ങനെയായാലും അകത്ത് കയറി നോക്കാം. അവൻ ആ മുറിയുടെ അകത്തേക്ക് കയറി ലൈറ്റിട്ടു. വിശാലമായ റൂമായിരുന്നു അത്. ചുമരിൽ കുറെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഒരു കട്ടിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഒരു മൂലയിൽ ഒരു ഷെൽഫും. അവൻ അത് തുറന്നു നോക്കി. അതിൽ നിറയെ ഡ്രസ്സായിരുന്നു, ഗൗണുകളും കോട്ടുകളുമെല്ലാം. അവൻ അതിലെല്ലാം തൊട്ടു. ഇമ്മാനുവേൽ, ദാവീദ് തിരിഞ്ഞു നോക്കി. അവന് മുന്നിലൂടെ എന്തൊക്കെയോ ദൃശ്യങ്ങൾ വ്യക്തമല്ലാതെ കടന്നുപോയി. പെട്ടെന്ന് ഒരു കൈ വന്ന് അവന്റെ തോളിൽ പതിഞ്ഞു. അവൻ ഞെട്ടി നോക്കി. എന്താ ദാവി? മിറിയം ചോദിച്ചു. നീ ഉറങ്ങിയില്ലേ? ആരോ സംസാരിക്കുന്നത് പോലെ കേട്ടു. നിന്നെ കാണാതായപ്പോൾ എഴുന്നേറ്റു. ഇവിടെ ലൈറ്റ് കണ്ടപ്പോ വന്നതാ. ഇതാരുടെ റൂമാ? അറിയില്ല, അവൻ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ ആ ഷെൽഫിലേക്ക് നോക്കി. ആരുടെയാ ഈ ഗൗണെല്ലാം? എന്തൊരു ഭംഗിയാ! അവൾ അതിൽ നിന്നൊന്നെടുത്ത് അവളോട് ചേർത്ത് പിടിച്ചു. നിനക്ക് ചേരും. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. മിറിയം അവനെ നോക്കി. ദാവീദ് അവളുടെ അടുത്ത് നിന്ന് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ഇല്ല, അവൻ എന്റെയാ, എന്റെ മാത്രം. റിബേക്ക ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. കിതപ്പോടെ അവൾ ചുറ്റും നോക്കി. എന്താടോ ആലോചിക്കുന്നേ?
നഥാൻ ക്യാതറിന്റെ അടുത്തിരിക്കുന്നു. കുട്ടികളെക്കുറിച്ച് ക്യാതറിൻ അവനെ നോക്കി. എന്താ ഇപ്പോ ഒരാലോചന? നഥാൻ, ഇമ്മാനുവേലും എസ്തേറും പുനർജനിച്ചെങ്കിൽ മിറയും പുനർജനിച്ചു കാണില്ലേ?